7 സീറ്റർ വണ്ടി 2014 മോഡൽ എർട്ടിഗ VXi 91,000 കിലോമീറ്റർ. അതുപോലെ 2005 മോഡൽ വാഗണർ LX വേണ്ടി AC പവർ സ്റ്റിയറിംഗ് വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. 2022 മോഡൽ എക്സ്പ്രസ്സോ VXi മാനുവലി 53,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ടയർസ്. 2020 മോഡൽ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്. അതെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 44,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇൻഡസിലാണ് നമ്മുടെ ഡിക്സൺ പ്രോ എടുത്ത് വന്നേക്കാണ്. ഒരു 80,000 രൂപ മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ കിട്ടാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം 80 രൂപ മുകളിലോട്ട് കിടക്കുന്ന വണ്ടികളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസയർ മോഡലുള്ള വണ്ടികളോ അങ്ങനെയൊക്കെയുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അതേപോലെ വീഡിയോയുടെ അവസാനം പറഞ്ഞ കാര്യം എല്ലാവരും കേട്ടില്ലെങ്കിലും വിചാരിച്ച് ആദ്യമേ പറയാം, ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. വീഡിയോ കുറച്ചുകൂടി റീച്ച് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരെയും അത്തരത്തിലുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളെ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കിടക്കുന്ന സ്റ്റോക്ക് വണ്ടികൾ എങ്ങനെയുണ്ട്, എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ ഉള്ള നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ബാ. ഡിക്സൺ ബ്രോ, ഹായ്. സുഖമാണോ? സുഖം. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? കച്ചവടം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. പോടാ. ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ട് പോകുന്നു. എന്നാൽ പോട്ടെ. അതത്ര എനിക്ക് വിശ്വസനീയമല്ല. കാരണം ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളിലും വണ്ടികളൊന്നും വരുന്നില്ല, കച്ചവടങ്ങൾ മോശമാണ്. സ്റ്റോക്ക് നമുക്ക് ഓൾറെഡി കുറവുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം ദേവസ്വം ടാർഗറ്റായി ഉഷാറായിട്ട് പോകുന്നില്ല. നമ്മുടെ 2008 മോഡൽ എസ് ടി കിടപ്പുണ്ട്, 2005 മോഡൽ വാൻ കിടപ്പുണ്ട്. പിന്നെ മോഡൽ കൂടി നമുക്കൊരു 13 ലക്ഷം രൂപ വണ്ടി കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏത് വണ്ടിയാണ് തുടങ്ങാൻ പോകുന്നത്? നമുക്ക് എസ് ടി തന്നെ തുടങ്ങാം. ഓക്കെ, പറഞ്ഞോ. 2008 മോഡൽ സെന്നസ്റ്റോ VXi സെക്കൻഡ് ഓണർഷിപ്പ്. നിലവിൽ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളുള്ള വണ്ടി നോക്കൂ. എന്ത് കിലോമീറ്റർ ഓടി? കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ കറക്റ്റ് പറയുകയാണെങ്കിൽ 96,781 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2008 മോഡൽ വണ്ടിയാണ്. 2028 വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ വണ്ടിക്ക് അതൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. ടയറൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 83 രൂപ കൊടുക്കാം. 83,000 രൂപ കൊടുക്കാം. 2008 മോഡൽ. അതിൽ നിന്നൊക്കെ താഴൂ. അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളാവും. കുറച്ച് രീതിയിലൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷേ വലിയ മാറ്റമില്ല, ചെറിയ ഇതിൽ മാറ്റം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഒന്നും. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അലോയ്സും കാണാനുള്ള അന്നത്തെ അലോയ്സും കാണാനെല്ലാം ഫുള്ള് 4 ടയറും കാണാൻ കൊണ്ട് 2008 മോഡൽ സെന്നസ്റ്റോ VXi. അടുത്തതാണ് 2005 മോഡൽ. അല്ല, ഇത് എത്ര? 83 രൂപ കൊടുക്കാം. ഓക്കെ. അതുപോലെ 2005 മോഡൽ വാഗണർ LX വേണ്ടി AC പവർ സ്റ്റിയറിംഗ് വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. 2030 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. റീപ്ലേസ് ആണ്. മേജർ ആക്സിഡൻറ്റ് കാണുന്നില്ല. പക്ഷേ ഇത് ആ എസ്റ്റിൽ വെച്ച് നോക്കിയാൽ അത്രയും വൃത്തി പോരാ. കേട്ടില്ല. എസ്റ്റിൽ വെച്ച് നോക്കിയാൽ അത്രയും വൃത്തി പോരാ. പക്ഷെ എന്നാലും വണ്ടി കുഴപ്പമില്ല. പക്ഷെ അതിനെക്കാട്ടി പേപ്പർ 2 കൊല്ലം കൂടെ പേപ്പറിന് വണ്ടിക്ക്. ഇത് 2030 വരെ പേപ്പറിന് വണ്ടി. അതായിരിക്കും അത്രയും കൂടെ വർഷം ഓടി. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിക്കത്. കാരണം ഗ്ലാസ്, ബമ്പർ, ബോണറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല വണ്ടിക്കത്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് സെയിം ഒരു 85 രൂപ കൊടുക്കാൻ പോകും. 85? 85. 2005 മോഡൽ. 5 അല്ലേ? വില കുറച്ച് പറ. 2030 ലാസ്റ്റ് ഒരു പേപ്പറുണ്ട്. എന്നാലും റേറ്റ് നമ്മൾ ചോദ്യമാണ്, റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത 2019 മോഡൽ വാഗണർ VXi 1.2 ലിറ്റർ എഞ്ചിൻ, 23,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. ജെന്യൂൻ കിലോമീറ്റർ. വണ്ടിക്കകമൊക്കെ കൊള്ളാം. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. അത്യാവശ്യം സീറ്റ് കവറും ഫോർമാറ്റും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വണ്ടിക്ക് 6 മാസം വാറണ്ടി വണ്ടിക്ക് അത് വരുന്നുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4,75,000 രൂപ കൊടുക്കാം. 4,75,000. ഇപ്പോൾ വണ്ടിക്കൊക്കെ വിലയിലൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ ഉള്ള സമയമാണ്. തീർച്ചയായിട്ടും. പുതിയ വണ്ടിയുടെ കമ്പയർ ആയിട്ട് മാത്രം എടുത്തത് മതി. 2020 മോഡൽ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് വണ്ടി. അതെ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. 44,000 കിലോമീറ്റർ. 44 കിലോമീറ്റർ പറയാം. 2020 മോഡൽ സ്വിഫ്റ്റ് VXi സെക്കൻഡ് ഓണർഷിപ്പ്, 40,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക് വണ്ടി, റെഡ് കളർ, 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സ് നമുക്ക് 6 മാസം വാറണ്ടി ഉൾപ്പെടെ വരുന്നുണ്ട്. വീൽ കപ്പൊക്കെ ഇട്ട് കൊടുക്കൂ. വീൽ കപ്പ് പറഞ്ഞിരിക്കുക. വീൽ കപ്പ് ഓടേണ്ട സാധനം വരാനുണ്ട്. ഓർഡർ ചെയ്തേക്കുക. വണ്ടിക്കകത്ത് എക്സ്ട്രാ ആയിട്ട് ബാക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്.
ചോദ്യം എത്ര? ഇത് നമുക്കൊരു 5.25 കൊടുക്കാം. 5.25. 2013 മോഡൽ ഡിസയർ VXi വേരിയൻറ്റ് 91,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 91. അതെ, 2013 മോഡൽ ഡിസയർ VXi പെട്രോൾ വേരിയൻറ്റ്. ആൻഡ്രോയിഡൊക്കെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. എല്ലാം എക്സ്ട്രാ കയറ്റിയതാണ്. അത്യാവശ്യം ആക്സറീസും കാര്യങ്ങളെല്ലാം മെഡിക്കൽ ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. 2013 മോഡൽ ഡിസയർ VXi വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ്. ടയർ പോരാ, ബാക്ക് ടയർ പോരാ, ഫ്രണ്ട് ടയറിൻ്റെ ബാക്ക് ടയർ ആവറേജ് ഉള്ളൂ. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3.15 കൊടുക്കാം. 3,15,000 രൂപയ്ക്ക്. റീപ്ലേസ് ഒക്കെ? റീപ്ലേസ് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ചെറിയ ബമ്പർ സ്ക്രാച്ചും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മേജർ റീപ്ലേസ്മെൻറ്റ് ഒന്നും വണ്ടിക്ക് അതില്ല. 2023 മോഡൽ സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർഷിപ്പ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കിലോമീറ്ററാണ്. എത്ര? ഗസി 10,000. വെറും 2,800 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. വെറും 2,817 കിലോമീറ്റർ ഓടി 2023 സ്വിഫ്റ്റ് VXi. കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടോ? പൊടയാക്കാൻ ഇത്രയും 2,000 ഒക്കെ ഓടിയിട്ട് തിരിച്ചു കൊടുക്കുക പറഞ്ഞാലേ 2,800 കിലോമീറ്റർ ഓടി വണ്ടി 2023 സ്വിഫ്റ്റ് VXi. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 6,80,000 രൂപ കൊടുക്കാം. 2,000 ഓടിയിട്ടുള്ളതെന്നാണ്. അതെ, 2,800 കിലോമീറ്റർ. ടയറൊന്നും നോക്കണ്ട, 2,000 ഓടി ടയർ തന്നെ, അല്ല ഒന്നും അതിനകത്തില്ല. അടുത്ത 2023 മോഡൽ ഗ്രാൻഡ് വിറ്റാര സീറ്റ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ്. വെറും 22,000 കിലോമീറ്റർ മാത്രം ഓടി നല്ല ക്ലീൻ പീസ് വണ്ടി. 2023 മോഡൽ ഗ്രാൻഡ് വിറ്റാര മാനുവലാണ്. മാനുവല്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇത് എയർ ബാഗ് എങ്ങനെ? ഇല്ല, എയർ ബാഗ് ഒക്കെ എങ്ങനെയാണ്? ടോട്ടൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. 6 എയർ ബാഗ് പുതിയ മോഡലാണ്. ഓക്കെ. ടയേഴ്സ് ഒക്കെ ഫസ്റ്റ് ടയർ തന്നെ നല്ല അലോയ് വീൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര? കമ്പനി അലോയ്സാണ് ഫുള്ളല്ല. 2023 മോഡൽ ഗ്രാൻഡ് വിറ്റാര സീറ്റ വേരിയൻറ്റ് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 12.25 കൊടുക്കാം. 12. ഇത് ഇറങ്ങിയപ്പോൾ എന്താണ്? ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് 15-16 റേഞ്ച് വരാം. ഇപ്പോഴും നിലവിൽ 17 രൂപ 18 രൂപയ്ക്ക് തൊഴിലുണ്ട് നിലവിൽ. മൈലേജ് എന്താണ് ഇതിന്? മൈലേജ് കമ്പനി 20 ആണ്. നമുക്ക് അതിനകത്തൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് 17 പ്രതീക്ഷിക്കാം. നമുക്ക് 2014 മോഡൽ ഇയോൺ, സോറി 14 അല്ല 13 മോഡൽ ഇയോൺ. 13. അതെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. 4 പുത്തൻ ടയർ, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. മാഗ്ന വേരിയൻറ്റ്. മാഗ്ന. ചോദ്യം എത്രയാണ്? ഇത് നമുക്കൊരു 1.40 കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? മേജർ റീപ്ലേസ്മെൻറ്റ് ഒന്നും വണ്ടിക്കകത്തില്ല. ഈ മേജർ ഇല്ലെന്ന് പറഞ്ഞാൽ അല്ലാതെ ഉണ്ടെന്നാണ്. എന്ന് വെച്ചാൽ ഈ ബമ്പറും കാര്യങ്ങളും റീപ്ലേസ് എന്തായാലും വണ്ടിക്കകത്ത് കാണും. മേജർ നമ്മൾ വരെ അഫ്രോണ്ട് സൈഡോ ബോണറ്റ് ഡോറ് ഡിഗ്ഗി അങ്ങനെ സാധനങ്ങളൊന്നും നിലവിൽ വണ്ടിക്കകത്ത് മാറിയിട്ടില്ല. ഒന്നും വണ്ടിക്കകത്ത്. ഓക്കെ. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് വാറണ്ടി കിട്ടും. നമുക്ക് 2020 ശേഷമുള്ള മാരുതി വണ്ടിക്കാണ് വാറണ്ടി കിട്ടും. അടുത്ത 2017 മോഡൽ സെലോറിയോ ZXi ഓപ്ഷണൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. 93,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓട്ടുള്ളൂ. 93. അതെ. 2017 മോഡൽ സെലേറിയോ ZXi ഓപ്ഷണൽ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ്. 93,000 കിലോമീറ്റർ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, പക്ഷേ സീറ്റ് കവർ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് അത്രയ്ക്ക് വൃത്തിയില്ല. അഴുക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട്. ക്ലിയർ നമ്മൾ കൊടുക്കത്തുള്ളതല്ല. അതെ. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ലപോലെ ഈ ഒരു ഡോർ ഭാഗമാണ് നല്ല രീതിയിൽ ടച്ച് ആൻഡ് പോളിഷ് ഉള്ളത്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തൊന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3 ലക്ഷം രൂപ കൊടുക്കാം. 3 lakh. ഓക്കെ. ഈ സൈഡൊന്നും കുഴപ്പമില്ല, അപ്പുറ സൈഡ് മാത്രമേ ഉള്ളൂ. 2018 മോഡൽ ഓൾട്ടോ 800 LXi 64,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. പക്ഷെ 64 ഓടി എന്ന് പറയുന്നെങ്കിലും വണ്ടി കാണാൻ അങ്ങനെ തോന്നുന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി നീറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പവർ വിൻഡോസ് എല്ലാം കൊള്ളാം. എത്ര ചോദ്യം? ഇത് നമുക്ക് 2.60 കൊടുക്കാം. 2.60. 2,60,000 രൂപയ്ക്ക് 2018 മോഡൽ ഓൾട്ടോ ഓണർ VXi. നമുക്ക് ഈ പറഞ്ഞ വണ്ടിക്കകത്തെല്ലാം ചെറിയ തോതിൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. എല്ലാം നമുക്ക് ഈ പറഞ്ഞ കാണിച്ച വണ്ടികളെല്ലാം നമുക്ക് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ എത്ര രൂപയാണ് ഇറക്കാം? ഇത് നമുക്കൊരു 10-50 രൂപയ്ക്ക് 50 വേണ്ട, 10-30 വേണമെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. 30,000 രൂപ. അതെ. 5 വർഷം ലോൺ. 5 വർഷം ലോൺ. 2022 മോഡൽ എക്സ്പ്രസ്സോ VXi മാനുവലി 53,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ടയേഴ്സ്. ഓക്കെ.
റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? നത്തിങ്, ഒരു റീപ്ലേസും ഇല്ല. എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി വരുന്ന വണ്ടി. സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. എഞ്ചിനും ഗിയർ ബോക്സിന് വാറണ്ടി ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല താനും. എത്ര വർഷം വാറണ്ടി? 1 year വാറണ്ടി. 1 year വാറണ്ടി. ഓക്കെ, വണ്ടി കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3,75,000 രൂപ, 3,350,000 കൊടുക്കാം. ഇത് ആകെ ഇറങ്ങിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഇത് ഇറങ്ങിയപ്പോൾ എങ്ങനെ 5 ചില്ലറ റേഞ്ച് വരെ ഉണ്ടായിരുന്നു ഓൺ റോഡ്. ഓക്കെ, എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? ഇത് നമുക്കൊരു 10-20 രൂപ ഇറക്കാം, ഇറക്കാം. 20,000. പിന്നെ അത് കണക്ക് തന്നെ ഈ മാനുവൽ നോക്കുന്നവർക്ക് വേണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓ, ഇത് ഓട്ടോമാറ്റിക്. അതെ, 2022 മാനുവലും ഉണ്ട്, 2022 ഓട്ടോമാറ്റിക്കും ഉണ്ട്. നീ ഓട്ടോമാറ്റിക് നല്ലേ പറഞ്ഞിരുന്നത്? ഇത് മാനുവൽ, ഇത് ഓട്ടോമാറ്റിക്. ഓക്കെ, തെറ്റിപ്പോരുത്. റെഡ് മാനുവൽ, വൈറ്റ് ഓട്ടോമാറ്റിക്. അഥവാ ഇവന് തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് ഓട്ടോമാറ്റിക് പറഞ്ഞോന്നാ എനിക്ക് തോന്നിയത്. ടയേഴ്സ് കൊള്ളാം. എത്ര കിലോമീറ്റർ ഓടി? ഇത് 53,000 കിലോമീറ്റർ ഓടി. ഇത് 53. സെയിം, രണ്ടും 55, 56 കൂടി ഉണ്ട്. ഓക്കെ, കിലോമീറ്റർ തിരിമറിയൊന്നുമില്ലല്ലോ. പോടാ, ചോദിച്ചാ എല്ലാം ഏകദേശം ഒരേപോലെ എന്നൊക്കെ പറയുന്നുണ്ടേ. ഒരേപോലെ ആരെങ്കിലും ഒന്ന് ഓടി കൊണ്ടുവന്നൊക്കെ തരുമോ? അതുകൊണ്ട് കൂട്ടി പറയാൻ നേരത്തെ പറയാൻ ഞാൻ. ആൻഡ്രോയിഡൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. കാശ് മുടക്കി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പുള്ളി. 4 ടയറും പുത്തൻ ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. 2022 മോഡല് എക്സ്പ്രസോ VXi 53,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്. അതെ. ഇത് മൈലേജിൽ വ്യത്യാസം വരുമോ? മാനുവൽ വെച്ച് നമ്മൾ ഓടിക്കുന്നതനുസരിച്ചിരിക്കും ഓട്ടോമാറ്റിക്. എപ്പോഴും നമ്മൾ എങ്ങനെ ഓടിക്കുന്നോ അതാണ് വണ്ടിയുടെ മൈലേജ്. ഓക്കെ, അപ്പം അത് മാനുവലല്ലേ നീ പറഞ്ഞു? ഓട്ടോമാറ്റിക് അത് തന്നെ. വ്യത്യാസം എന്തുവാ? നമ്മളെങ്ങനെ വണ്ടി ഓടിക്കുന്നോ അങ്ങനെ ഇരിക്കും വണ്ടിയുടെ മൈലേജ്, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക്. വില എത്ര? വില ഇത് നമ്മളൊരു 4,75,000 എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ്. അതെന്താ? ഓ, ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആവുന്നതുകൊണ്ട് ഇത്രയും വ്യത്യാസം വരും. പിന്നെ പുതിയ വണ്ടി ഇല്ല. ഫസ്റ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്ത്, എക്സ്പ്രസ് സ്റ്റോപ്പ് ചെയ്ത് പുതിയ വണ്ടിക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ 6,80,000 6 വരെ വണ്ടി ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് 4,00,000. നമുക്കൊരു 4 രൂപ ലോണും കിട്ടുന്നത്. അതായത് 10-25 ഡൗൺ പേയ്മെന്റ് അടച്ച് നമുക്ക് വണ്ടി ഇറങ്ങി കൊടുക്കാം. അടുത്ത 2024 മോഡൽ ഗ്രാൻഡ് വിറ്റാറ. നമ്മൾ 2023 ഗ്രാൻഡ് വിറ്റാറ ഉണ്ടായിരുന്നു. അടുത്ത 2024 മോഡൽ ഗ്രാൻഡ് വിറ്റാറ, സെയിം വേരിയൻറ്റ്, സീറ്റ വേരിയൻറ്റ്, വെറും 10,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വണ്ടി. 14,000 കിലോമീറ്റർ. അയ്യോ, ഇത് ടോപ്പാണോ? ഇല്ല, സീറ്റ്. ഓക്കെ. മാനുവൽ. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല, നോർമലാണ്. വണ്ടിക്കകം കിലോമീറ്റർ ഓടിയിട്ടില്ല. വണ്ടിക്കകം അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പഴകിയ വണ്ടിയല്ല, അതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ നല്ല വൃത്തിയാണ്. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? നത്തിങ്, ഒന്നുമില്ല. വാറണ്ടിയും അത് കമ്പനി എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 2024 മോഡൽ ഗ്രാൻഡ് വിറ്റാര സീറ്റ വേരിയൻറ്റ്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 13 ലക്ഷം രൂപ കൊടുക്കാം. 13 ലക്ഷം രൂപ. 7 സീറ്റർ വണ്ടി, 2014 മോഡൽ എർട്ടിയ VXi 91,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 7 സീറ്റർ വണ്ടി, 2014 മോഡൽ എർട്ടിക. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? മേജർ റീപ്ലേസ് ഒന്നുമില്ല. സീറ്റ് ഓറും കാര്യങ്ങളും വണ്ടിക്കകത്തെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ കുഴപ്പമില്ല, വണ്ടി നീറ്റാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. നല്ല സീറ്റ് കവറിൻ്റെതായ വൃത്തിയാണ് കാണിക്കുന്നത്. എന്നിരുന്നാൽ പോലും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4,400 കൊടുക്കണം. 4,400 നമ്മുടെ ആസ്കിങ് റേറ്റ് ആണ്. നമുക്ക് അതിൽ നിന്ന് റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ടയറൊക്കെ ആവറേജ് ആണ്. 2014 മോഡൽ എർട്ടിക VXi. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ വീഡിയോ കണ്ട് വണ്ടി എടുക്കാൻ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഡിക്സനെ തന്നെ വന്ന് കണ്ട്, അവനെയാണെങ്കിലും നമ്മൾ കോൾ ചെയ്യുന്നത്, അപ്പോൾ അവനെ തന്നെ വന്ന് കണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക. മറ്റുള്ളവർ നമ്മളിപ്പോൾ ഒരാൾ കടയിലോട്ട് ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റാഫുള്ളൊരു സ്ഥാപനമാകുമ്പം വേറെ ആൾക്കാരും വരും. അപ്പം നിങ്ങൾ പറയുക, വീഡിയോ കണ്ടിട്ട് ഡിക്സനെ കാണാൻ വന്നതാണ്, ഡിക്സനിലൂടെ വന്നതാണ് എന്ന് പറയാം. അപ്പോൾ അവർ ഡിക്സൻ്റെ അടുത്ത് തന്നെ വിടും. അപ്പോൾ അല്ലെങ്കിൽ അവരത് അറിയത്തില്ല, അവർ കയറി ക്യാൻവാസ് ചെയ്യും. ഈ പാടുപെടുന്ന ചെറുക്കനൊന്നും കിട്ടാതെ പോകും. അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെ ഉള്ള നല്ല നല്ല വണ്ടികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടികൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും ഷോപ്പുകാർ വിളിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ മീറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ബൈ.